എന്നും പുതിയ സിനിമകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹം. ഇപ്പം മെക്സിക്കൻ അപാരതിയും ജോർജ് സ്പൂരും വന്നു കഴിഞ്ഞു. ആളുകൾ അത് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു, അതിലത്തെ ക്യാരക്ടേഴ്സ്. പിന്നെ ഇനിയിപ്പം തൃശ്ശൂരിൻ്റെ തന്നെ ഒരു ജീവിതം, ഞങ്ങളുടെ തൃശ്ശൂർ പേരൂർ ക്ലിപ്തം എന്നൊരു സിനിമ വരുന്നുണ്ട്. തൃശ്ശൂരിൻ്റെ തുടിപ്പുകളാണത്. അതിൻ്റെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയൊരു ഡയറക്ടറാണ്, നമ്മുടെ ആമേൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിരുന്ന, കമൽ സാറിൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിരുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ആണ് അത് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ സവാരി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, സുരാജ് സെനൽ ക്യാരക്ടറായിട്ട്, ഒരു തൃശ്ശൂർക്കാരൻ്റെ കഥ. അതും ഒരു തൃശ്ശൂർ കഥയാണ്. അതിനകത്ത് പൂരമൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പൂരം മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി. അപ്പോൾ ഇപ്പോൾ പൂരത്തിന് വെടിക്കെട്ടൊക്കെ ഇല്ലാതാകുന്നൊരു കാലത്ത് വെടിക്കെട്ടുണ്ടാവണം, കരിമരുന്ന് പ്രയോഗം ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കഴിഞ്ഞ വർഷത്തെയും അതിനങ്ങേ വർഷത്തേക്ക് പൂരം വെടിക്കെട്ടും ആനകളുടെ എഴുന്നള്ളിപ്പും മേളവും പഞ്ചവാദ്യവും മെലിഞ്ഞിത്രയും മഠത്തിലെ വരവും എല്ലാം ഉണ്ട് അതിനകത്ത്. ആ ഒരു സിനിമയിലൊരു ഒരു ഒരു വിഭാഗം ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 പടം. അതുകൂടാതെ കമൽ സാറിൻ്റെ ഏറ്റവും പുതിയ ചലച്ചിത്രമായ, ഒരുപാട് പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആമി എന്ന സിനിമയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കമലാസുരയുടെ ജീവിതമാണ് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അവരുമായി അവരുടെ അവസാന സമയത്ത് അവരുടെ ഭൂമി വാങ്ങിക്കുകയും പിന്നെ അവരോടൊപ്പം അവസാന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന, അവരുടെ ഒരുപാട് കാര്യങ്ങൾ അവരുമായി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്ന ഒരു കഥാപാത്രം, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം. പുന്നയൂർക്കുളത്തുള്ള ആ ഒരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ആ സിനിമയുടെ ഇൻ്റർവ്യൂവിന് ശേഷം അവസാനത്തെ 6-7 സീനുകളിലാണ് ആ കഥാപാത്രം വരുന്നതെന്നാണ് കമൽ സാർ പറഞ്ഞത്. അതിപ്പോൾ അടുത്ത ഷെഡ്യൂൾ ജൂണിൽ ആരംഭിക്കുമ്പോൾ അതിലഭിനയിക്കും. പിന്നെയും അവിടെ ഇവിടെയും ഈ വേനൽ മഴ പെയ്യുന്ന പോലെ ചാറി ഓരോ കഥാപാത്രങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് വന്ന ആളാണ്. ഒരുപാട് കാലം നാടക പ്രവർത്തനവും, ഒരു 10 വർഷത്തോളം അമേച്ചർ നാടക പ്രവർത്തനവും, തുടർന്ന് 10-25 വർഷത്തിലേറെ കാലമായിട്ടുള്ള കാരിക്കേച്ചർ ഷോയുടെ അവതരണങ്ങളും. അതിനിടയ്ക്ക് ഇങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്റ്റൻഷനാണ്, ആക്ടിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വരെ നമ്മൾ സിനിമയിലെ എല്ലാ വേഷങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഷോകളുടെ അവതരണങ്ങൾ, എൻ്റെ കാരിക്കേച്ചർ ഷോൻ്റെ അവതരണങ്ങൾ ലോകം മുഴുവനുണ്ട്. അത് ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് കേരളവും ഇന്ത്യയും ഒക്കെ കടന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വിശാഖപട്ടണത്ത് ഒരു വിഷു പ്രോഗ്രാമിന് പോയിട്ട് വന്നതേ ഉള്ളൂ. എന്നിട്ട് നേരെ കോഴിക്കോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഓഡിയൻസിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്തിട്ട് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന ആളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അരങ്ങുകളിൽ നിറഞ്ഞു നിൽക്കുക, അരങ്ങുകളിൽ പുതിയ പ്രേക്ഷകരെ കണ്ടെത്തുക. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യം എന്നെ TV-യിലും അതുപോലെ തന്നെ ഇതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളിലും യൂട്യൂബിലൊക്കെയാണ് ആളുകൾ കൂടുതൽ കാണുന്നത്. ഇടയ്ക്ക് ചില കഥാപാത്രങ്ങളായി സിനിമയിലും. പക്ഷേ വളരെ കാലമായി എന്നെ ഇത്തരം മാധ്യമങ്ങളിൽ കാണുന്ന ആളുകൾക്ക് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ആവേശവും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും അവരുടെ ഇടയിലിരുന്നു കൊണ്ട് പാട്ട് പാടുമ്പോഴും അഭിനയിക്കുമ്പോഴും കിട്ടുന്നൊരു വലിയൊരു ആഹ്ലാദമാണ്. എൻ്റെ യൗവനത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു എനർജി ആയിട്ടാണ് ഞാൻ തോന്നുന്നത്. എനിക്കിങ്ങനെ അരങ്ങിൽ പെർഫോം ചെയ്യുക, അതിൻ്റെ ഒരു ത്രില്ല് വളരെ വലുതാണ്. എന്തൊക്കെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. എന്നാൽ കുറേശ്ശെ എന്തൊക്കെയോ അറിയാം എന്നതാണ് ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പകച്ചു നിൽക്കേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ അറിയാം, എനിക്ക് എന്തൊക്കെ ചെയ്യാനറിയും, എത്രത്തോളം ചെയ്യാനറിയും, എത്ര കണ്ട് ഇത് പോവും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് പാട്ട് കേൾക്കലും പുസ്തകം വായിക്കലുമാണ്. അപ്പോൾ അതിൽ നിന്ന് പലതും നമ്മുടെ തലച്ചോറിൽ വന്ന് കയറും. കുഞ്ഞായിരുന്ന കാലത്ത് തന്നെ പാട്ടിൻ്റെ ഒരു ലോകത്താണ് ഞാൻ ഉള്ളത്. എൻ്റെ ജീവിതത്തെ ഓരോ കാലത്തും ഓരോ പാട്ടുകൾ സ്വാധീനിച്ചിട്ടുണ്ട്. പാട്ടുകൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേൾവിയുടെ കലയാണല്ലോ സംഗീതം. അപ്പോൾ നമ്മുടെ അന്നത്തെ എൻ്റെയൊക്കെ ഒരു ബാല്യകാലത്ത് നമ്മുടെ ഒരു ശ്രവണ മാധ്യമം എന്ന് പറയുന്നത് റേഡിയോ ആയിരുന്നു. റേഡിയോൻ്റെ ലോകത്തായിരുന്നു ജീവിതം. റേഡിയോയിൽ വരുന്ന അർത്ഥസമ്പുഷ്ടമായ എന്ന് ഞാൻ അടിവരയിട്ട് പറയട്ടെ,
അങ്ങനെയുള്ള പാട്ടുകളാണ് എൻ്റെ ഒരു വ്യക്തിത്വത്തെ സൃഷ്ടിച്ചതെന്ന് പറയാം. വയലാർ രാമവർമ്മ എഴുതിയ, ദേവരാജൻ മാസ്റ്റർ ഇണമിട്ട മലയാളത്തിൻ്റെ മധുരഗീതങ്ങൾ, ഭാസ്കരൻ മാസ്റ്ററും ബാബുക്കയും ബാബുരാജും ചേർന്നുണ്ടാക്കിയ മലയാളത്തിൻ്റെ സുഗന്ധമുള്ള ഗാനങ്ങൾ, രാഘവൻ മാസ്റ്ററുടെ നാടോടി സംഗീതത്തിലുള്ള പാട്ടുകൾ, ശ്രീകുമാരൻ തമ്പി സാറും അർജുനൻ മാഷും ചേർന്നൊരുക്കിയ മധുരതരമായ ഈ പാട്ടുകൾ, സലിൽ ചൗധരി, ചിദംബരനാഥ്, ആ കാലത്തെ എല്ലാ മികച്ച പാട്ടുകളും, അതെല്ലാം ആ പാട്ടുകളെല്ലാം തന്നെ മികച്ചതാണെന്ന് ഞാൻ പറയും. അത് മറ്റൊന്നും കൊണ്ടല്ല, അതിനകത്ത് ഇപ്പോൾ സലിൽ ചൗധരി എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ ഈണമിട്ട പാട്ടുകൾക്ക് മലയാളത്തിൻ്റെ സുഗന്ധം എങ്ങനെ വന്നു എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഒരു ഉത്തരേന്ത്യൻ സംഗീത സംവിധായകൻ മലയാളത്തിൽ വന്നൊരു പാട്ടുണ്ടാക്കിയിട്ട് ആ പാട്ട് എങ്ങനെ മലയാളത്തിൻ്റെതായി, വലിയൊരു ചോദ്യമാണത്. ബംഗാളി സംഗീതം, ബംഗാളി ഫോക്കാണ് ചെമ്മീനു വേണ്ടി സലിൽദ ഉപയോഗിച്ചത്. മലയാളത്തിൽ ആദ്യമായി ട്യൂൺ ഇട്ടിട്ട് അതിന് പാട്ടെഴുതിയത് വയലാർ രാമവർമ്മയായിരുന്നു. ചെമ്മീൻ എന്ന സിനിമയുടെ പാട്ടുകളുടെ പ്രത്യേകത അതാണ്. സലിൽ ചൗധരി എന്ന് പറയുന്ന വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ ഒരു ബംഗാളി ഫോക്ക് ഉപയോഗിച്ചൊരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് അതിൽ മലയാളത്തിൻ്റെ വരികൾ കൊണ്ട് നിറച്ച് അത് മലയാളിയുടെ പാട്ടാക്കി മാറ്റുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. ഇപ്പോഴും ഒരു കടൽ കണ്ടാൽ തക്കനതാതര തന്തരരേ താനന തരതര തത്തര തിന്തനനാതാനന താന തന തന താന തര തര താരരാ, അത് നമ്മൾ കേട്ട് വളർന്നപ്പോൾ എന്തായി, കടൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെത്തുന്നത് സലിൽ ചൗധരിയുടെ ഈണാണ്. അപ്പോൾ സലിൽ ചൗധരിയുടെ ഒരു വലിയ ദൂരക്കാഴ്ചയാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്. കടലിനക്കരെ പോണവരെ എന്ന പാട്ടായാലും, മാനസമൈനെ വരും എന്ന പാട്ടായാലും, നേരത്തെ ഞാൻ മൂളിയ പാട്ടായാലും, തന്നാനാ തന്നാനാ തന തന തന്നാനാ തന്നാനാ തന്തര തന്താ തന്തര തന്ത, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ സംഗീതവും ബംഗാളി സംഗീതമാണ്. അത് നമ്മുടേതായി മാറി, നമ്മുടേതാക്കി മാറ്റി. എന്നാൽ ഇന്ന് ഒരു ഉത്തരേന്ത്യൻ സംഗീത സംവിധാനം വന്നൊരു ഈണം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടേതായി മാറുന്നില്ല. അപ്പോൾ ഞാനതൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. സലിൽ ചൗധരിയുടെ ഈണത്തിന് ഏറ്റവും പ്രതിഭാതനായ ഒരു മലയാള കവി, അതായത് സംസ്കൃതവും മലയാള ഭാഷയും ചേർത്തുകൊണ്ട് ഗംഭീരങ്ങളായ പാട്ടുകൾ എഴുതിയ വയലാർ രാമവർമ്മ എഴുതുമ്പോൾ അതിനകത്ത് 60% മലയാളിത്വവും 40% സംഗീതം വരുന്നുള്ളൂ. അപ്പോൾ ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ദേവരാജ മാസ്റ്റർ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, 60% എഴുത്തിൻ്റെയാണ്, 40% സംഗീതം വരുന്നുള്ളൂ. അങ്ങനത്തെ പാട്ടുകളല്ല ഇന്ന് നമ്മൾ കേൾക്കുന്നത്. വലിയ വിഷമമുണ്ട്. നമ്മളിൽ നിന്ന് മലയാള ഭാഷ പടിയിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടേതായ ഒരു ഭാഷ, അതിൻ്റെ കുറവുകളൊക്കെ നമ്മുടെ പാട്ടുകളിൽ തെളിയുന്നുണ്ട്. പല പാട്ടുകളും കേട്ട് പിറ്റേന്ന് നമ്മൾ മറന്നു പോകുന്നു. പക്ഷേ സന്യാസിനിയോ പ്രേമഭിക്ഷുകിയോ പർവ്വതനന്ദിനിയോ അക്കാലത്ത് ദേവരായ മാസ്റ്റർ ഉണ്ടാക്കിയ പാട്ടുകളും ബാബുക്ക് ഉണ്ടാക്കിയ പാട്ടുകളും നമ്മുടെ മനസ്സിൽ നിന്നും പടിയിറങ്ങി പോകുന്നില്ല. രവീന്ദ്രൻ മാസ്റ്റർ ഒരുക്കിയ പാട്ടുകളും ജോൺസൺ മാസ്റ്റർ ഉണ്ടാക്കിയ പാട്ടുകളും നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. തേനും വയമ്പും എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടുകൾ ഇന്ന് നമ്മൾ ഓർക്കുന്നു. ജോൺസൺ മാസ്റ്റർ ഈണമിട്ട എല്ലാ നല്ല പാട്ടുകളും നമ്മളിപ്പോഴും ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ ജീനിയസുകളുടെ ഒരു അഭാവം. ആ ശ്രേണിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ വിദ്യാസാഗർ വരെയുള്ള സംഗീത സംവിധായകർ, വിദ്യാസാഗർ, മോഹൻ സിതാര, ഔസേപ്പച്ചൻ തുടങ്ങിയിട്ട് സംഗീത സംവിധായകർ വരെ ഉള്ള പാട്ടുകളാണ് ഇന്നും നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത്. ഞാൻ എൻ്റെ ചുറ്റുപാടും കാണുന്ന എല്ലാത്തിനെയും എൻ്റെ ഒരു പ്രത്യേക കണ്ണുകൊണ്ട് കാണുന്ന ആളാണ്. ഈ രണ്ട് കണ്ണ് കൂടാതെ എൻ്റെ മനസ്സിൻ്റെ ഒരു കണ്ണുണ്ട് എനിക്ക്. അത് ഞാൻ അറിയാതെ നിരീക്ഷിക്കുന്നതാണ്. ഇപ്പോൾ ചലച്ചിത്ര നടന്മാരെ ആയാലും, നമ്മുടെ ഗായകരെ ആയാലും, രാഷ്ട്രീയ രംഗത്തുള്ളവരെ ആയാലും, സാംസ്കാരിക രംഗത്തുള്ള നമ്മുടെ എഴുത്തുകാരെയൊക്കെ ഞാനിങ്ങനെ എപ്പോഴോ ഇങ്ങനെ നിരീക്ഷിച്ച് വെച്ചതാണ്. അത് എനിക്ക് തോന്നുന്ന സമയത്ത് അതിങ്ങനെ വരും പുറത്തോട്ട്. കോഴിക്കോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ കോഴിക്കോട്ടെ നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ നമ്മുടെ കാരണവരായിട്ടുള്ള എഴുത്തുകാരനെ അദ്ദേഹം ഇങ്ങനെ ഇരിപ്പിരുന്നാൽ അയാളിപ്പോൾ ഇതൊരു ഐറ്റായിട്ട് കൊണ്ടുനടക്കുക എന്ന് എൻ്റെ ഒരു അവതരണം കണ്ടിട്ട് MT സാറ് പറഞ്ഞു. അതുപോലെ തന്നെ ONV സാറ്, ഇല്ലിനി തർക്കം പ്രിയപ്പെട്ട ജീവിതമേ നിന്തല്ലേറ്റു മരിച്ചു ഞാൻ സംസ്കരിക്കുക ജഡം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത വായിച്ചവർക്കും അദ്ദേഹത്തെ കാണുന്ന പോലെ തോന്നണം.
അഴീക്കോട് സാറ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ. അതൊക്കെ നമ്മൾ അവരോടുള്ള താല്പര്യം, ഇതിൻ്റെയൊക്കെ പുറത്ത് ഈ അനുകരണത്തിൻ്റെയൊക്കെ പിന്നിൽ താല്പര്യമാണ്. നമുക്ക് സാഹിത്യത്തോടുള്ള താല്പര്യം, ആ വ്യക്തികളോട് താല്പര്യം, അവരുടെ കോൺട്രിബ്യൂഷനോട് താല്പര്യം. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു. ആളുകൾ ഇങ്ങനെ ഓരോ വേദിയിൽ നിന്ന് വേദിയിലേക്ക് വിളിക്കുന്നു, തന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രകടനം നടന്നുകൊണ്ടേയിരിക്കുന്നു. കാലം എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ അരങ്ങിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ജയരാജ് വാര്യരുടെ കാരിക്കേച്ചർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വിശാഖപട്ടണത്ത് ചെന്നാൽ ഞാൻ അവിടുത്തെ വിഷയങ്ങളാണ് പറയുക കൂടുതലും. പ്രവാസി മലയാളിയുടെ പ്രയാസങ്ങൾ, അതിനെ രസകരമാക്കി അവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിനെ വെച്ചൊരു അപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും. അതിലൂടെ തന്നെ ഇത്രയും ജനപ്രിയമായ എൻ്റെ ഐറ്റം അതെല്ലാം അതിനകത്ത് വെച്ച് തിരികെ കൊടുക്കും. ഒപ്പം തന്നെ അവരെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരും. ഒരു പെർഫോമൻസിലൂടെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലോ വിദേശത്തോ എവിടെയാണെങ്കിലും എൻ്റെ പെർഫോമൻസിലൂടെ ഞാനൊരു കേരളം ഉണ്ടാക്കും. അവർക്ക് നഷ്ടപ്പെട്ട ഒരു നാടിൻ്റെ ഓർമ്മകൾ, അവർക്ക് നഷ്ടപ്പെട്ട കേരളം, ഇവിടെ നടക്കുന്ന പുതിയ പുതിയ സംഭവങ്ങൾ, രാഷ്ട്രീയ സംഭവങ്ങൾ. ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നുണ്ടായ ഒരു നാടാണെന്നാണ് പറയുന്നത്, അല്ലേ? പരശുരാമൻ മഴുവെറിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. ആ വെള്ളത്തിൽ നിന്ന് കേരളം പൊങ്ങി വരുമ്പോൾ ഒരുപാട് വെള്ളം ശേഖരിച്ചു വെച്ചിരുന്നു കേരളത്തിൽ. ഇവിടുത്തെ വൃക്ഷങ്ങളായിട്ടും സസ്യങ്ങളായിട്ടും ഇവിടുത്തെ തണ്ണീർത്തടങ്ങളായിട്ടും പുഴകളായിട്ടും ഒക്കെ ധാരാളം വെള്ളം ശേഖരിക്കപ്പെട്ട സ്ഥലമായിരുന്നു. ധാരാളം വെള്ളം ശേഖരിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. പിന്നെ അതിന് ഗുണമായിട്ട് മഴ പെയ്തിരുന്നു. പക്ഷേ ആ മഴയില്ലാതാകുമ്പോൾ, വെള്ളം വാർന്നു പോകുമ്പോൾ, വെള്ളം തീരെ ഇല്ലാതാകുമ്പോൾ കേരളം എന്തായി മാറും? മണൽ പരപ്പായി മാറും. അപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം വെള്ളമുള്ള ഒരു സ്ഥലത്ത് നിന്ന് തീരെ വെള്ളമില്ലാതാകുമ്പോൾ എന്താ സംഭവിക്കുക? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മഴയില്ലാതാകുമ്പോൾ കേരളം മഴയില്ലാത്തൊരു നാടായി മാറും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ നിന്നുണ്ടായ നാട് വെള്ളമില്ലായ്മ കൊണ്ട് ഇല്ലാതാകുന്നു. അതുപോലെ പല വെള്ളങ്ങളും കേരളത്തിൽ ഇല്ലാതാകുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈവേയുടെ രണ്ട് വശങ്ങളിൽ നിന്നും വെള്ളങ്ങളില്ലാതാവുന്നു. ഈ കേരളത്തിൽ ഇപ്പോൾ ഉത്സവങ്ങൾ വരുന്നു, മറ്റു കാര്യങ്ങൾ നടക്കുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പലതും ഇവിടെ നിന്ന് ഇല്ലാതാവുന്നു. ശരിക്കും പറഞ്ഞാൽ കേരളം ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലമായി മാറുകയാണ്. ഡ്രൈ. അത് ഈ മറ്റേ ബാറും ബിയറും ഇല്ലാതാവുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു വിഷയം. ബാറും ബിയറും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ വലിയ കഷ്ടമാണ് കേരളത്തിൽ. കിണറ്റിൽ വെള്ളമില്ല, പുഴയിൽ വെള്ളമില്ല, എന്താ പറയുക, കായലിൽ വെള്ളമില്ല, പാടങ്ങളിൽ വെള്ളം ശേഖരിച്ച് നിർത്തുന്നില്ല, വീടിനകത്തുള്ള തന്നെ കിണറ്റിൽ വെള്ളമില്ല, പക്ഷെ പുറത്തിറങ്ങിയാലും വെള്ളമില്ല. അതാണ് അതിനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ വേണമെങ്കിൽ 2 മണിക്കൂർ പെർഫോം ചെയ്യാനുള്ളൊരു സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇത് വെച്ചുകൊണ്ട് 2 മണിക്കൂർ പെർഫോം ചെയ്യാം. കേരളത്തിൽ വെള്ളം എവിടെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര മഴ പെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി, മഴ പെയ്യുന്നില്ല. അപ്പോൾ കേരളത്തിൽ എവിടെയും വെള്ളമില്ല. വെള്ളം കിട്ടാത്തൊരു നാടായി മാറുന്നു കേരളം, വെള്ളത്തിൽ നിന്നുണ്ടായ കേരളം. അത് വെച്ചുകൊണ്ട് എത്ര നേരം വേണമെങ്കിൽ പെർഫോം ചെയ്യാം. ഇത് കേരളത്തിലുള്ള ആളുകൾ കേട്ട് ചിരിക്കുന്ന പോലെക്കാൾ കേരളത്തിൻ്റെ പുറത്തുള്ളവർ കേട്ട് രസിക്കും. കാരണം വിശാഖപട്ടണത്ത് പോയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി, സങ്കടവും വന്നു. കാരണം ഒരു ബാറും അവിടെ പൂട്ടിയിട്ടില്ല. വഴിയോരങ്ങളിലൊക്കെ ഇത് മനുഷ്യന് സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വിശാഖപട്ടണത്തും ഒക്കെ പോയപ്പോൾ തമിഴ്നാട്ടിലും വിശാഖപട്ടണത്തും ആന്ധ്രയിലും കർണാടകത്തിലും ഗൾഫിലൊക്കെ പോകുമ്പോൾ എവിടെയാണോ ബാർ ഹോട്ടലിൽ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ വാട്സാപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുക. കണ്ടു കൊതിച്ചോ, നമ്മുടെ നാട്ടിൻ്റെ ഗതി വേറെയാണെന്നും പറയും.